നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 മാർച്ച് മാസത്തെ പൂരാട നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം. പൂരാട നക്ഷത്രക്കാർക്ക് 5ാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. നല്ല ദൈവാധീനമുണ്ട്. ഈ മാസത്തിൽ 7-ാം തീയതി ശുക്രൻ കുംഭൻ രാശിയിലേക്ക് മാറും. അതേപോലെ തന്നെ 15-ാം തീയതി കുംഭത്തിലേക്ക് ചൊവ്വ മാറുന്നുണ്ട്. 8-ാം തീയതിയാണ് ബുധൻ മീനത്തിലേക്ക് മാറുന്നത്. അപ്പോൾ 14-ാം തീയതി സൂര്യനും കുംഭൻ രാശിയിലേക്കാണ് മാറുന്നത്. അപ്പോൾ ചൊവ്വയും ശുക്രനും കുംഭൻ രാശിയിൽ സൂര്യനോട് യോഗം ചെയ്ത് നിൽക്കുമ്പോൾ ശനിയുടെ ശത്രുവായിരിക്കുന്ന സൂര്യനാണ്. അത് സഹായസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ സഹായസ്ഥാനത്ത് നിൽക്കുന്ന രസപ്രേഷ്യ നിര്യാണകാരകനായിരിക്കുന്ന ശനി സ്വക്ഷേത്ര ബലവാനാണെങ്കിലും സൂര്യൻ അവിടെ വരുമ്പോൾ അത് ചൊവ്വയോട് ചേർന്നുകൂടി നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ള കാരണം അഗ്നിമാർദ്ദ യോഗത്തിൻ്റെ ഒരു ബന്ധമായത് കാരണമുണ്ട്. സഹായികളായിരിക്കുന്ന വ്യക്തികൾ ശത്രുക്കളാകുക, അതേപോലെ തന്നെ സഹായം പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് നിന്ന് അത് കിട്ടാതെ ഇരിക്കുക, സഹായിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കും സഹായിക്കാൻ സാധിക്കാതിരിക്കുന്നൊരവസ്ഥ കാര്യങ്ങളുണ്ടാകുക, വീട് വിട്ട് നിൽക്കാനിട വരിക. കാരണം 10ാം ഭാവാധിപതി 4ാം ഭാവത്തിൽ നിൽക്കുന്ന നീചത്തിലാണ്. അപ്പം ബാധകാധിപത്യം 4ാം ഭാവത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണം കൊണ്ട് തന്നെ വീട് തന്നെ ബാധ എന്ന് പറയുന്നൊരവസ്ഥയാണ്. വീട് വിട്ട് നിൽക്കാനിട വരിക, വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ടെൻഷനും മാനസികമായിട്ടുള്ള പിരിമുറുക്കവും അനുഭവപ്പെടുക, വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം കൊണ്ട് തൊഴിലിലടക്കിയ തടസ്സങ്ങളുണ്ടാകുക, മാത്രമല്ല ഉള്ള തൊഴിൽ നഷ്ടപ്പെടുകയും മറ്റു സ്ഥലത്ത് തൊഴിൽ അന്വേഷിച്ച് പോകേണ്ടിയും അവസ്ഥയും വരിക. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്കൊക്കെയാണ് യോഗം. 15-ാം തീയതി ലഗ്നത്തിൻ്റെ 2ാം ഭാവത്തിൽ ഉച്ചബലവാനായിരിക്കുന്ന ചൊവ്വ 3ലേക്ക് മാറും. അപ്പോൾ 2ാം ഭാവാധിപതി അഗ്നികാരകനായിരിക്കുന്ന സൂര്യനോട് യോഗം ചെയ്ത് 3ൽ നിൽക്കുകയും അഗ്നികാരകനായിരിക്കുന്ന ചൊവ്വ 15-ാം തീയതി 3ലേക്ക് വരികയൊക്കെ ചെയ്യുന്നത് സംസാരം കൊണ്ട് സഹായികൾ ശത്രുക്കളാകുക എന്ന് പറയുന്നൊരവസ്ഥയാണ്. നേതൃത്വപരമായിട്ടുള്ള സംസാരമായിട്ട് മറ്റുള്ളവർക്ക് അനുഭവപ്പെടാനും അത് കാരണം കൊണ്ട് സഹായികളായിരിക്കുന്ന വ്യക്തികൾ അകന്നു പോകാനും ഇടവരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് സഹായങ്ങൾ അല്ലെങ്കിൽ സഹായികളായിരിക്കുന്ന വ്യക്തികൾ പ്രതികൂലമായി വരാതെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. സംസാരം പ്രതികൂലമാകാതിരിക്കുക, സൗമ്യമായിട്ട് സംസാരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. ജോലിയിൽ ഇടയ്ക്കിടയ്ക്ക് തടസ്സങ്ങൾ അനുഭവപ്പെടാനുള്ള യോഗമുണ്ട്. അപ്പോൾ നിവർത്തി സ്ഥാനാധിപതി രാഹുകാദികളുടെ ബന്ധനത്തിൽ നിൽക്കുന്ന കാരണം കൊണ്ട് എന്ത് ആഗ്രഹിച്ചാലും അതിനാദ്യം ഒരു തടസ്സം വരിക എന്ന് പറയുന്നൊരവസ്ഥയാണുള്ളത്. പിന്നെ വീട് വിട്ട് അന്യദേശത്ത് നിൽക്കാനുള്ള യോഗമാണ്. വീട്ടിൽ നിൽക്കുമ്പോൾ സുഖം സമാധാനം മുതലായുള്ള കാര്യങ്ങൾ കുറവായിരിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് ഗണപതി ഹോമം ചെയ്യുന്നതും നാഗപൂജ ചെയ്യുന്നതും പറയപ്പെട്ട ദോഷങ്ങൾക്ക് പരിഹരിക്കാനായിട്ട് ഉത്തമമാണ്. ഏതായാലും ദൈവാധീനമുണ്ട്. എന്നാലും വരുമാനത്തിൽ കുറവും ചെലവ് ജാസ്തിയാകാനും സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അത് മാത്രമല്ല ഒരു പ്രവർജായോഗമാണ്. ശനി ശുക്രനോട് യോഗം ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണം കൊണ്ട് സ്ത്രീകൾ മുഖാന്തരം മാനസികമായിട്ട് ടെൻഷൻ അനുഭവപ്പെടുക, വാഹന സംബന്ധമായിട്ടുള്ള ധനനഷ്ടം പോലെയുള്ള കാര്യങ്ങളുണ്ടാകുക, ശാരീരിക ബന്ധം പോലെയുള്ള കാര്യങ്ങൾക്ക് താല്പര്യക്കുറവുണ്ടാകുക, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ യോഗ ആയത് കാരണം കൊണ്ട് നല്ല പരിഹാരങ്ങൾ ചെയ്യും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.